ആകെ പ്രശ്നമായി. വാപ്പ് സെറ്റിൽ വന്നിരുന്നു. നിന്റെ വാപ്പ നിന്നെ കണക്കിനാണ് തലയ്ക്ക് സുഖമില്ലേ? തലക്ക് സുഖം ഏറിയ കടന്നു. ക്യാമറ ലെൻസിലൊക്കെ മണ്ണ് മാറിയിട്ട് ഡയറക്ടർ തലകളോട് ചെന്ന് കയറിക്കോളൂ. അതൊക്കെ പോട്ടെ. ഇർഷാദ് കണ്ടെങ്കിൽ ആ ഇർഷാദക്കര തലയിൽ വിഗാണെന്ന് പറഞ്ഞ് മുടി പിടിച്ച് വലിച്ചു നിന്റെ വാപ്പ. എന്താടാ വാപ്പ ഒന്നും എന്റെ വാപ്പയാണത്? എന്റെ മുടി നോക്കിയ നീ ഇത് വിഗാന്ന് പറഞ്ഞിട്ട് അയാൾ പിടിച്ചു വലിച്ചേക്കാണ്. സലവന എടുത്തിട്ട് പയ്യ ഇങ്ങനെ വല്ല പ്രാന്തൊരു വീട്ടിൽ അടച്ചിട്ടാ മനുഷ്യന്മാരെ മനക്കെടുത്താൻ വേണ്ടി. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന മൂപ്പര് അറിയില്ലേ? അതിന് അയാൾ വല്ല കോയെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അയാൾ വല്ല കോഴിയാണെന്നാ. നടന്നു കൊത്തേണ്ട എല്ലാരെയും നീ ഒന്ന് പോയായിരുന്നു മനുഷ്യ മനക്കെടുത്തായിട്ട്. ഈ ഒരു തന്തനെ കൊണ്ട് കിട്ടുന്ന ഓരോ മാറാപ്പ്. എടാ ഏതോ ഒരു കോയ സാമ്പാറിൽ ഇറച്ചിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ പ്രശ്നം ഉണ്ടാകും. ഞാൻ പോയി നോക്കിയിട്ട്. അതിന്റെ വാപ്പയാണ്. തലക്ക് സുഖമില്ലാന്നുള്ള അഹങ്കാരം മൂപ്പർക്കില്ല. ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന മൂപ്പര് അറിഞ്ഞിട്ടില്ല. അതെന്നാ പിന്നെ തനിക്കൊന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോന്നൂടെ? ഇവിടെ ഇത്രയും ഷൂട്ടും ഡിലേ ആയി. സോറി സാർ. ഞാൻ നോക്കട്ടെ. ഈ ഒരു തന്തൻ ഒരു നടനാകാൻ സമ്മതിക്കൂല. ആ വാപ്പ ഞാൻ പറയുന്ന ഒന്ന് കേക്കി. പെണ്ണ് കേസ് പെട്ടിക്കല്ല, പെണ്ണ് കേസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൽ അഭിനയിച്ചാൽ വന്നാൽ എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടിയ ചാൻസ് അല്ലേ? നല്ല പടാണ് വാപ്പ. അതിനെന്തിനാ നിങ്ങളെ പോലീസ് പിടിച്ചോണ്ടേക്കണോന്ന്? സ്വന്തം പോയാ എന്റെ വാപ്പയാണ്. എന്നാ നിങ്ങളെ വാപ്പേ സൈനാന്ന് പറഞ്ഞിട്ട് നായകന്റെ സാരി വിളിച്ച് വലിച്ചിട്ട് പോലീസ് ഉണ്ടായിരിക്കുന്നു. കൊമ്പങ്കാട്ടിലെ മാനം കളയാൻ വേണ്ടിയിട്ട് പെണ്ണ് കേസിന് 2ാം ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ നായകനാകും. ഒരു പെണ്ണും കുറേ ഭർത്താക്കന്മാരും കൂടാതെ വേറെ ഉണ്ടെന്ന് പറയുന്നു. ആരത്? സൂസൻ. എന്റെ ശരണിയാണ് സാറേ. അല്ല സാറേ, ആയിഷയാണ്. സാറേ ആർദ്രയാ സാറേ. കവിത രമേശൻ PV.